അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പല യാത്രയിലൂടെ സഞ്ചരിക്കുമ്പോഴും മറ്റു ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് സലഫികൾ വരാറുണ്ട്. അപ്പോൾ ഇന്ന് കൂടുതലും പരിഭാഷകളും മറ്റും വായിച്ചുകൊണ്ട് യൂട്യൂബിൽ കാണുന്ന ക്ലിപ്പുകളൊക്കെ കേട്ടുകൊണ്ട് പലരും സലഫിസത്തിലേക്ക് കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ളൊരു സലഫി വ്യക്തികളെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും അവരോട്, എന്തുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഈ ഒരു പാതയിൽ നിന്നും മാറിക്കൊണ്ട് നിങ്ങളെന്തേ ഈ സലഫിസത്തിലേക്ക് കടന്നു പോയത് എന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് പല ന്യായീകരണങ്ങളും അവിടെ പറയാനുണ്ടാവും. അവർ പറയും, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവരാണ്, മൊയ്തി ഷേഖിനെയും ബദരീങ്ങളെയും അങ്ങനെ തുടങ്ങി ഒരുപാട് അള്ളാഹ്ക്ക് പങ്കു ചേർക്കുന്നവരാണ്. നിങ്ങൾ ഖബർ കെട്ടിപ്പൊക്കി അവിടെ ജാറത്തിൽ പോയി ഹൈന്ദവർ അമ്പലത്തിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കാണിച്ചു തരാത്ത മൗലിദുകൾ, ബുർദകൾ, മാലപ്പാട്ടുകൾ, അങ്ങനെ അനിസ്ലാമികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വക്കലിൽ കാണുന്നുണ്ട്. ഇതൊന്നും ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് നമുക്ക് ഒരിക്കലും വിശദീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വഹാബികൾ സലഫികളായത് എന്ന രൂപത്തിൽ അവർ ന്യായീകരിക്കുമ്പോൾ അവരോട് പറയുന്നത്, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്കുള്ള സ്വഹാബത്ത്, തബഅ താബി, നമ്മുടെ ഇമാമുമാർ, അവരെല്ലാവരുടെയും ആ ശൃംഖല എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ശൃംഖലയാണ് നമ്മുടെയിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, സുന്നികളായ ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഏത് രൂപത്തിലാണ് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നു നിങ്ങളവിടെ മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കും അള്ളാഹു അല്ലാത്ത മൊയ്തി ഷെയ്ഖ് ബദരീങ്ങളെയൊക്കെ ഇങ്ങനെ വിളിച്ചു തേടുമ്പോൾ അവിടെ മൊയ്തി ഷെയ്ഖിനെയും ബദരീങ്ങളെയൊക്കെ ഞങ്ങൾ ഇലാഹാക്കുന്നുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കിടയിൽ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇലാഹെന്ന നിലക്കല്ല നമ്മൾ അവരോട് സഹായം തേടുന്നത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത കഴിവ് മുഖേന നമ്മളെ സഹായിക്കും എന്ന രൂപത്തിലാണ് നമ്മൾ അവരോട് സഹായം തേടുന്നത്. അങ്ങനെ അതുപോലെ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ, അതൊക്കെ ബിദ്അത്തല്ലേ? അപ്പോൾ എല്ലാ ബിദ്അത്തും തള്ളിക്കളയേണ്ടതല്ലേ? കുല്ലു ബിദ്അത്തിൻ ദലാല, അതൊക്കെ നരകത്തിലേക്കാണെന്നൊക്കെ ഹദീസ് ഉണ്ടല്ലോ. ആ രൂപത്തിൽ അവർ ന്യായീകരിക്കാൻ തുടങ്ങും. അപ്പോൾ അവരോട് പറയാനുള്ളത്, എല്ലാ ബിദ്അത്തും അത് ദലാലത്തല്ല. ബിദ്അത്ത് തന്നെ നമുക്ക് പണ്ഡിതന്മാർ ഹസനും അതുപോലെ തള്ളിക്കളയേണ്ടതും നല്ലതും എല്ലാ നിലക്കുള്ള ബിദ്അത്ത് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കാത്ത, അഥവാ ഉദാഹരണം പറയുകയാണെങ്കിൽ ജുമുഅക്കുള്ള രണ്ടാമത്തെ ബാങ്ക്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചെന്നൊരു മാതൃകയല്ല. എന്നിട്ടും ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമുഅക്കുള്ള രണ്ടാമത്തെ ബാങ്ക് കൊണ്ടുവന്നു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ ചെയ്തത് ബിദ്അത്തല്ലേ? നബി തങ്ങൾ ചെയ്യാത്തൊരു കാര്യമല്ലേ ചെയ്തത്? അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നരകത്തിലേക്ക് പോവേണ്ടതല്ലേ? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് തറാവീഹ് ജമാഅത്തായി ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ് എന്തായത് തറാവീഹ് തന്നെ ജമാഅത്തായി നിസ്കരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവരും അവിടെ ബിദ്അത്ത് ചെയ്തില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്ഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബത്ത് നക്ഷത്രതുല്യരാണെന്ന് പറഞ്ഞ ആ സ്വഹാബത്ത് ബിദ്അത്ത് ചെയ്തെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവരും നരകത്തിലേക്കാവണ്ടേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ഒരുപാട് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കാര്യം മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ആ ദീന് പഠിച്ചതായ സ്വഹാബത്ത്, അവരിൽ നിന്നും താബിഈങ്ങൾ, അവരിൽ നിന്നും തബഅ താബിഈങ്ങൾ, അവരിൽ നിന്നും നമ്മുടെ അയിമ്മത്തുകൾ വരെ ആ ശൃംഖല ഇങ്ങനെ നമുക്ക് കാട്ടിത്തന്ന എല്ലാ മാതൃകയും നമുക്ക് തുടരാൻ പറ്റുന്നതാണ്.
നിങ്ങൾ അവിടെ മനസ്സിലാക്കിയെടുത്ത് ഒരുപാട് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. എന്നതുപോലെ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു, അവിടെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ സഹായം തേടുമ്പോൾ അള്ളാഹു അല്ലാത്ത ഇപ്പോൾ നമ്മൾ ഉമ്മാനോട് സഹായം തേടുന്നുണ്ട്, ഉപ്പാനോടൊക്കെ സഹായം തേടുന്നില്ലേ? അപ്പോൾ അവർ പറയും പിന്നെ അത് മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ തേടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതല്ലാത്ത സാധാരണ വെള്ളം ചോദിച്ചാൽ, ചോറ് ചോദിച്ചാൽ അതൊന്നും പ്രശ്നമില്ല എന്ന് പറയും. അപ്പോൾ നമ്മളവരോട് പറയണം, മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു വലിയൊരു മരം, ആ മരം വലിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, മനുഷ്യന്മാരെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു ആനയെ വിളിച്ചുകൊണ്ട് വന്ന്, അപ്പോൾ അത് മനുഷ്യ കഴിവിനപ്പുറമല്ലേ? അപ്പോൾ അതും ശിർക്കാവണ്ടേ? അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ മനസ്സിലാക്കി, ഏതൊക്കെയോ നിലക്ക് ഖുർആനിന് പരിഭാഷപ്പെടുത്തി, ആരുടെയൊക്കെയോ യൂട്യൂബിലുള്ള പ്രസംഗങ്ങൾ കേട്ട്, ആരുടെയൊക്കെയോ പരിഭാഷ വായിച്ച് നിങ്ങൾ തെറ്റിദ്ധാരണയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് സ്നേഹപൂർവ്വം എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്നോട് പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും നാളെ പാരത്രിക ലോകത്ത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഷഫാത്തിൽ ഒരുമിച്ച് കൂടണമെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഇങ്ങനെ വന്നതായ നമ്മുടെ ഈ ഇമാമിയങ്ങളും ഉസ്താദുമാരും കാട്ടിത്തന്ന ആ ഒരു മാതൃകയിൽ തന്നെ നമ്മൾ കടന്നു പോകണം. 921 ശേഷമാണ് ഈ വിദൈവസ്ഥാനം ഇവിടെ നിലവിൽ വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അതിനു മുമ്പും ഇവിടെ ദീനുൽ ഇസ്ലാം ഉണ്ട്. അവർക്കൊന്നും അറിയാത്ത, അവർക്കൊക്കെ തെറ്റിയതായ ഒരു കാര്യം 921 ശേഷം വന്ന ഈ വഹാബി പ്രസ്ഥാനം ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ, അതിലൊന്നും നിങ്ങൾ പെട്ടുപോവാതെ നല്ല നിലക്ക് നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ മുൻകാമികളും കാണിച്ചു തന്ന ആ ഒരു പാതയിലൂടെ നാം ഓരോരുത്തരും മുന്നോട്ട് പോവുക. അല്ലാഹു തആല നമുക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരെയും നാളെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.